Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ RRB, ALP എക്സാം, ALP ടെക്നീഷ്യൻ എക്സാം ഇതെല്ലാമാണ് ഇനി വരാൻ പോകുന്ന റെയിൽവേയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ്. അപ്പോൾ ആ എക്സാമുകൾക്കെല്ലാം മാത്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. മാത്സ് നല്ല മാർക്ക് സ്കോർ ചെയ്ത് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റൂ, ജോലി ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കും ചിട്ടയോടെ തന്നെ നമുക്ക് മാത്സ് പഠിക്കണം. ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് കുറച്ചധികം ഇമ്പോർട്ടൻസ് നൽകി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്ററാണ് നമ്പർ സിസ്റ്റം. അപ്പൊ ഞാൻ ഇതിന്റെ നമ്പർ സിസ്റ്റത്തിലോട്ട് വളരെ ഡെപ്തിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്, കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവുക ചെയ്യുന്നത്. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് പഠിക്കാം. പണ്ട് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ഇനി ഒരു സീരീസ് ഓഫ് സെക്ഷൻസ് മാത്സിന്റെ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ RRB, ALP യുടെ, റെയിൽവേയുടെ ALP യുടെയും ടെക്നീഷ്യന്റെ എക്സാംസിന്റെ ഒക്കെ കുറേ സീരീസ് ഓഫ് ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. അതുപോലെ നമുക്ക് പെയ്ഡ് ബാച്ചസും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്ഷൻസും യൂസ് ചെയ്യാം, യൂട്യൂബ് സെക്ഷൻസ് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാം. യൂട്യൂബ് ഫ്രീ സെക്ഷൻസ് ആണ് കേട്ടോ. മാക്സിമം അതെല്ലാം പ്രയോജനപ്പെടുത്താം. ദെൻ അതുപോലെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പം മാത്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മാത്സിന് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ഏത് സെന്ററിൽ പോയി പഠിക്കുവോ, ഓഫ്ലൈൻ പഠിക്കുവോ, ഓൺലൈൻ പഠിക്കുവോ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുവോ, എന്താ ചെയ്താലും നിങ്ങളുടെ കയ്യിൽ അതിനാവശ്യമായ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അപ്പം ബുക്സ് ഓഫ്ലൈൻ ഒക്കെ പോയി പഠിക്കുന്നവർക്ക് നമുക്ക് ബുക്സിന്റെ ആവശ്യമൊന്നും വരില്ല. ഓൺലൈനായിട്ട് പഠിക്കുന്നവർക്കും കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് ആ ബുക്സിന്റെ ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു റെഫറൻസ് എപ്പോഴും സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, സം ഓഫ് ദി നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 2. ദെൻ വാട്ട് ഇസ് ദ നമ്പർ? ഒരു നമ്പർ ഉണ്ട്, അതിന്റെ റെസിപ്രോക്കലിന്റെയും സം എന്ന് പറയുന്നത് 2 ആണ്. എങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 2. വാട്ട് ഇസ് ദ നമ്പർ? ഒരു സംഖ്യയുടെയും അതിന്റെ വിൽക്രമത്തിന്റെയും തുക 2 ആണ്. വിൽക്രമം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1/x അല്ലെ. എക്സ് പ്ലസ് 1/x. ഒരു സംഖ്യ ഞാൻ എക്സ് എന്ന് കൊടുക്കുവാണ്. സംഖ്യ എക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ് അല്ലെ. ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/x വരും. സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? 1/x വരും. അതിന്റെ സം ആണ് 2. അതിന്റെ സം ആണ് 2. നോക്ക്, എക്സ് പ്ലസ് 1/x 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തേ വരത്തുള്ളൂ? നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 1 പ്ലസ് 1/1 അതെന്താണ്? 2 അല്ലേ. അപ്പൊ ഈ 1 മാത്രമല്ലേ ഓക്കെ ആവും. 2 പ്ലസ് 1/2 എന്ന് വെച്ചാൽ 2.5 ആയില്ലേ. 2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 2.5 ആയി. 3 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ 3.333 ആയി. 4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 4.25 ആയി. അപ്പൊ എന്തേ ചാൻസ് ഉള്ളൂ? എക്സിന്റെ വാല്യൂ 1 ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 1 ആണ്. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്തോരം ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, എക്സ് റേസ് ടു 2 plus 1/x raised to 2 is equal to 2. Find x raised to 100 plus 1/x raised to 100. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ വരുന്നത്? x raised to 2 plus 1/x raised to 2 is equal to 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 വരും. എക്സിന്റെ വാല്യൂ 1 വന്നാൽ x square plus 1/x square ആയാലും x plus 1/x ആയാലും ഒക്കെ എന്ത് കിട്ടൂ? 2 കിട്ടും അല്ലെ. 1ന്റെ സ്ക്വയർ 1, 1/1 1. നോക്കി, മീനിങ് എക്സിന്റെ വാല്യൂ 1 ആണ്. എക്സിന്റെ വാല്യൂ 1 ആണ്. 1 raised to 100 plus 1/1 raised to 100 എന്ത് തന്നെ വരും? ഇതും 1 ആണ്, ഇതും 1 ആണ്. 1 plus 1 2 ആണ്.
ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിക്കാം, എക്സ് റേസ് ടു 100 പ്ലസ് 1/x raised to 200 is equal to 2. Find x cube plus 1/x cube. എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? is equal to 2 ആണെങ്കിൽ എക്സിന് വരാൻ പറ്റുന്ന സാധ്യതയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എക്സ് റേസ് ടു 100 എന്ത് വരും? 1 റേസ് ടു 100. 1 റേസ് ടു 100 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/1 റേസ് ടു 100 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 1 plus 1 2 ആണ്. സോ എക്സ് is equal to 1. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് 1 plus 1 എന്ത് തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ അടുത്ത ഒരു ടൈപ്പും കൂടെ പറയാം. A number and its reciprocal ന്റെ സം 2 അല്ലേ ഇവിടെ പറഞ്ഞേ? x plus 1/x ന്റെ വാല്യൂ -2 ആണെങ്കിലോ? കണ്ട ഒരു ഐഡിയ, ഒരു ലോജിക്കിന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ വരുന്നെന്ന് നോക്കേ. x plus 1/x ന്റെ വാല്യൂ -2 ആണെങ്കിലോ x ന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. കാരണം -1 plus -1 ആണ് -2. x ന്റെ വാല്യൂ -1 വന്നാ ഇത് -1, ഇത് 1/-1 that is -1. 1/-1 എന്ന് പറഞ്ഞാൽ -1 തന്നെ അല്ലെ? So -1 plus -1 is equal to -2. അപ്പൊ x plus 1/x ന്റെ വാല്യൂ 2 ആണെങ്കിൽ, മറക്കരുത്, x plus 1/x ന്റെ വാല്യൂ 2 ആണെങ്കിൽ x is equal to +1. x plus 1/x ന്റെ വാല്യൂ -2 ആണെങ്കിൽ x is equal to -1. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഇത്രയും കോൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. അടുത്ത ഒരു ടൈപ്പിലോട്ട് പോകാം നമുക്ക്. If a number when divided by 5 gives a remainder 3, then the double of this number divided by 5 gives the remainder. If a number when divided by 5 gives a remainder 3, ഒരു സംഖ്യയെ 5 കൊണ്ട് ഭാഗിച്ചപ്പോൾ 3 ശിഷ്ടം കിട്ടി. ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ കിട്ടിയത്, ശിഷ്ടം കിട്ടിയത് 3 ആണ്. അങ്ങനെയാണ് ആ സംഖ്യയുടെ ഡബിൾ, ആ സംഖ്യയുടെ ഇരട്ടി എടുത്തിട്ട് 5 കൊണ്ട് ഭാഗിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും? ഒരു സംഖ്യയെ 5 കൊണ്ട് ഭാഗിച്ചപ്പോൾ, ഒരു സംഖ്യയെ 5 കൊണ്ട് ഭാഗിച്ചപ്പോൾ ശിഷ്ടം 3 കിട്ടി. ആ സംഖ്യയുടെ ഇരട്ടിയെ 5 കൊണ്ട് ഭാഗിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ? ചോദ്യത്തിന്റെ മലയാളം മീനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് പിടികിട്ടിയല്ലോ? ഒരു സംഖ്യ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുമെങ്കിൽ സംഖ്യ എന്തായിട്ട് എടുക്കാം? 3 തന്നെ സംഖ്യയായിട്ട് എടുക്കാം, 8 സംഖ്യയായിട്ട് എടുക്കാം, 13 സംഖ്യയായിട്ട് എടുക്കാം അല്ലെ? 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന ഏത് സംഖ്യ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എന്തെടുക്കുവാണെന്ന് അറിയോ? 3 തന്നെ എടുക്കുക. 3നെ 5 കൊണ്ട് ഭാഗിക്കാൻ നോക്കുക, പറ്റുന്നില്ല. സോ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 3 ആ. 3നെ 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്നില്ല, സോ റിമൈൻഡർ 3 ആണ്. അല്ലെങ്കിൽ ശരി, നിങ്ങൾ 8 ആണ് എടുത്തത്, ഓക്കെ, കുഴപ്പമില്ല. 8നെ 5 കൊണ്ട് ഭാഗിച്ചു, ഒരു 5 5, ശിഷ്ടം 3. 8നെ 5 കൊണ്ട് ഭാഗിച്ചപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ. ഇനി 8ന്റെ ഡബിൾ 16. 16നെ 5 കൊണ്ട് ഭാഗിച്ചേ, 3 5 15, ശിഷ്ടം 1. സോ ഒരു സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടിയെങ്കിൽ അതിന്റെ ഡബിളിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. ഇനി 8ഉം 16ഉം എടുത്ത് ചെയ്തു, 13 എടുത്ത് ചെയ്യാലല്ലേ? 13നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 5 10, റിമൈൻഡർ 3. 13ന്റെ ഇരട്ടിയായി 26നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോഴോ 5 × 5 25, റിമൈൻഡർ 1. കണ്ടോ? ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെങ്കിൽ അതിന്റെ ഡബിളിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഇനി നമ്പർ തപ്പിപ്പോണ്ട, 8 എടുക്കണോ 13 എടുക്കണോ, നമ്പർ തപ്പിപ്പോണ്ട. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആണ് 3. കാരണം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോഴാണ് നമ്മൾ അതിനെ റിമൈൻഡർ എന്ന് വിളിക്കുന്നത്. 3നെ 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റില്ല. 3ന്റെ ഇരട്ടിയായ 6നെയോ, 6നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു 5 5, ശിഷ്ടം 1. കണ്ടോ? എങ്ങനെ ചെയ്താലും നമ്മുടെ ആൻസർ 1 ആണ്. അതിന്റെ ഡബിളിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഒരു സംഖ്യയുടെ
ഡബിളിനെ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും റിമൈൻഡർ 1 കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. നമ്പർ അസ്യൂം ചെയ്യുമ്പോൾ റിമൈൻഡർ തന്നെ നമ്പർ ആയിട്ട് എടുത്താൽ പ്രോബ്ലം കുറച്ചും കൂടി ഈസി ആവും. റിമൈൻഡർ തന്നെ നിങ്ങൾക്ക് നമ്പർ ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് റിമൈൻഡർ നമ്പർ ആയിട്ട് എടുത്തത്? 3നെ 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റില്ല. പറ്റാത്തപ്പോഴാണ് നമ്മൾ ആ സംഖ്യയെ റിമൈൻഡർ എന്ന് വിളിക്കുന്നത്, ശിഷ്ടം എന്ന് വിളിക്കുന്നത്. ഇവിടെ തന്നെ 1 ആണ് റിമൈൻഡർ. കാരണം എന്താ? ഇവിടെ 1 ബാലൻസ് വന്നു. ഇനി 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഒന്നിനെ? പറ്റില്ല. സോ 1 ആണ് റിമൈൻഡർ. ക്ലിയർ ആണല്ലോ ആ ഒരു കൺസെപ്റ്റ്? അടുത്ത ടൈപ്പ്, അടുത്ത ക്വസ്റ്റ്യൻ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? If the positions of the digit of a two-digit number are interchanged, the number thus obtained is smaller than the original number by 27. What is the original number? ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിജിറ്റ്സിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു സംഖ്യയുടെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കി 54 മൈനസ് 54 അതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ എത്ര വരും? 54 45 ആവും അല്ലെ? ഈ 54 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 54 നിന്ന് 45 കുറച്ചാൽ 9 കിട്ടും. നമുക്കറിയാവുന്ന കാര്യമാണിത്. ഓക്കെ. ഇനി എന്നാല് 42 നിന്ന് അതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തേ 24 അല്ലെ? 24 കുറച്ചാൽ എത്ര കിട്ടും? 42 നിന്ന് 24 കുറച്ചാൽ എത്ര കിട്ടും? 18 കിട്ടും. മനസ്സിലായോ? ഇനി 72 നിന്ന് അതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തേ 27. 27 കുറച്ചാൽ എത്ര കിട്ടും? 45 കിട്ടും. ഇതൊക്കെ എങ്ങനെ ഞാൻ പെട്ടെന്ന് എഴുതും? ഞാൻ കുറച്ച് നോക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലല്ലോ. എന്താ സംഭവം? അതായത് ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് എപ്പോഴും ഡിജിറ്റിന്റെ ഡിഫറൻസ് ഇൻറ്റു 9 ആയിരിക്കും. അക്കങ്ങളുടെ വ്യത്യാസത്തെ 9 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ ആയി. അക്കങ്ങളുടെ വ്യത്യാസത്തെ 9 കൊണ്ട് ഗുണിക്കുക. 5 4 തമ്മിലുള്ള വ്യത്യാസം 1. സോ ഇതിന്റെ വ്യത്യാസം 1 ഇൻറ്റു 9. 4 2 തമ്മിലുള്ള വ്യത്യാസം 2. സോ 42 ന്ന് അതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത 24 കുറയ്ക്കുമ്പോൾ 9 ഗുണം 2 18 കിട്ടും. ഇവിടെ നോക്കിയേ, 5ഉം 2ഉം ആണ് 7 അല്ലെ? 5 വ്യത്യാസത്തിലാണ്. 7ഉം 2ഉം 5 വ്യത്യാസത്തിലാണ്. സോ 5 ഇൻറ്റു 9 45. അപ്പൊ എപ്പോഴായാലും ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തേക്കുന്നതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ട് സംഖ്യകളുടെ വ്യത്യാസം, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 9 ഇൻറ്റു അക്കങ്ങളുടെ വ്യത്യാസം, ഡിജിറ്റ്സ് ഡിഫറൻസ്. 9 ഇൻറ്റു ഡിജിറ്റ്സ് ഡിഫറൻസ്. മനസ്സിലായോ? അപ്പൊ രണ്ട് സംഖ്യകൾ, അത് അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യകളാണെങ്കിൽ അതിന്റെ വ്യത്യാസം 54 മൈനസ് 45, 63 മൈനസ് 36, 42 മൈനസ് 24. ഇതെല്ലാം എന്താണ്? അക്കങ്ങൾ തിരിച്ചിട്ടിട്ട് കുറയ്ക്കുവാണ് അല്ലെ? അപ്പൊ അങ്ങനെ അക്കങ്ങൾ തിരിച്ചിട്ടിട്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 9ന്റെ ഗുണിതമായിരിക്കും. 9നെ അക്കങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? അക്കങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? രണ്ട് സംഖ്യകളെ അക്കങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് കുറച്ചപ്പം 27 കിട്ടി. 27 കിട്ടിയെന്ന് വെച്ചാൽ 9 ഇൻറ്റു 3 അല്ലേ 27? സോ അക്കങ്ങളുടെ വ്യത്യാസം എന്ത് വരും? ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് എന്ത് വരും? 3 വരും. അപ്പൊ ഡിജിറ്റ്സ് ഡിഫറൻസ് 3 വരുന്ന ഏത് ക്വസ്റ്റ്യനും ആവാം അല്ലെ? അക്കങ്ങളുടെ വ്യത്യാസം 3 തരുന്ന എന്തും ആവാം. ഇതിൽ അക്കങ്ങളുടെ വ്യത്യാസം 3 തരുന്ന വല്ലതും ഉണ്ടോ? 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 7ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 6ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. സോ ആൻസർ 63 മൈനസ് 36. സോ ഒറിജിനൽ നമ്പർ ഈസ് 63. ഒറിജിനൽ നമ്പർ ഈസ് 63. 63 ന്ന് 36 കുറച്ച് നോക്കേ, എത്ര കിട്ടും? 27 കിട്ടും. 54 45 കുറച്ചാലും അത് കിട്ടില്ല. 54 45 കുറച്ചാൽ എത്ര കിട്ടും?
54 45 കുറച്ചാൽ 9 കിട്ടും. കാരണം ഈ വ്യത്യാസം 1 ആണ്. 63 നിന്ന് 36 കുറച്ചാൽ ഈ വ്യത്യാസം 3 ആയതുകൊണ്ട് 27 കിട്ടും. ഇവിടെയും വ്യത്യാസം 1 ആണ്. 34 43 തമ്മിലുള്ള വ്യത്യാസം 9 ആണ്. 72 27 പോയി കഴിഞ്ഞാൽ ഇത് 5 വ്യത്യാസത്തിലാണ് അല്ലെ. സോ 95 45. മനസ്സിലായോ? അപ്പൊ 3 വ്യത്യാസമുള്ളത് ഓപ്ഷനിൽ നിന്ന് എടുത്തങ്ങ് എഴുതിയാൽ മതി. ഡിജിറ്റ് ഡിഫറൻസ് 3 ആയിട്ടുള്ളത് ഓപ്ഷനിൽ നിന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ അക്കങ്ങളുടെ വ്യത്യാസം പോലെ തന്നെ സമ്മിനകത്തും ഉണ്ട് കേട്ടോ. 54 പ്ലസ് 45 എന്തായിരിക്കും? 63 പ്ലസ് 36 എന്തായിരിക്കും? 43 പ്ലസ് 34 എന്തായിരിക്കും? 12 പ്ലസ് 21 എന്തായിരിക്കും? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവയെല്ലാം 11ന്റെ ഗുണിതങ്ങളാ അല്ലെ. ഇവയെല്ലാം 11ന്റെ ഗുണിതങ്ങളാ. സോ 11 ഇൻറ്റു 5 4 കൂടെ കൂട്ടിയ 9. 5 പ്ലസ് 4. മനസ്സിലായോ? ദാറ്റ് ഈസ് 99. 6 3 9. സോ ഇവിടെയും 99. 4 3 7. സോ 77. 2 1 3. സോ 33. 24 42 ആണ്. 4 2 6. സോ 66. മനസ്സിലായോ? 11ന്റെ ഗുണിതമായിരിക്കും. അപ്പം അക്കങ്ങൾ തിരിച്ചിട്ടിട്ട് കൂട്ടുവാണെങ്കിൽ, ഒരു സംഖ്യയുടെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് കൂട്ടുവാണെങ്കിൽ അത് 11 ഇൻറ്റു അക്കങ്ങളുടെ തുകയായിരിക്കും. 5 പ്ലസ് 4 9. 9 ഇൻറ്റു 11. മനസ്സിലായോ? ഇനി അക്കങ്ങൾ തിരിച്ചിട്ടിട്ട് വ്യത്യാസം എടുക്കുകയാണെങ്കിൽ അത് 9 ഇൻറ്റു അക്കങ്ങളുടെ വ്യത്യാസമായിരിക്കും. മനസ്സിലായോ? രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 9 ഇൻറ്റു അക്കങ്ങളുടെ വ്യത്യാസം. രണ്ട് സംഖ്യകളുടെ തുക 11 ഇൻറ്റു അക്കങ്ങളുടെ തുക. രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന് ഏതിന്ന് വേണമെങ്കിലും ടെസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. ഈ രണ്ട് കൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A 4-digit number formed by a repeating 2-digit number is always exactly divisible by. ഒരു നാലക്ക സംഖ്യ, രണ്ടക്ക സംഖ്യകൾ ചേർന്നുണ്ടാകുന്ന ഒരു നാലക്ക സംഖ്യ. ഫോർ എക്സാമ്പിൾ ഒരു രണ്ടക്ക സംഖ്യ പറഞ്ഞേ 32. അതൊന്നുകൂടെ എഴുതേ 32. ഇതൊരു നാലക്ക സംഖ്യയില്ലേ? എങ്ങനെ എഴുതുന്നത് മനസ്സിലായോ? ഇപ്പൊ 13 എഴുതുക, വീണ്ടും 13. 1313. A 4-digit number formed by repeating a 2-digit number. രണ്ട് ഡിജിറ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്തുണ്ടാകുന്ന 4 ഡിജിറ്റ് നമ്പർ. വേറൊരു നമ്പർ പറയേ 25 25. വേറൊരു നമ്പർ പറയേ 26 26. മനസ്സിലായോ? വേറൊരു നമ്പർ പറയേ 17 17. ഇതൊക്കെ എന്താണ്? ഇങ്ങനെ പോകുന്ന എല്ലാ നമ്പേഴ്സും എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ. ഈ ടൈപ്പ് എല്ലാ നമ്പേഴ്സിനെയും ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് വായിക്കാൻ പറ്റുമോ? 17 കൊണ്ട് വായിക്കാൻ പറ്റുമോ? 13 കൊണ്ട് വായിക്കാൻ പറ്റുമോ? സോ പ്രത്യേകം ശ്രദ്ധിക്കുക. A 4-digit number formed by a repeating 2-digit number is always divisible by 101 ആട്ടോ. ഈ സംഖ്യകളെല്ലാം നിങ്ങൾക്ക് 101 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലാതെ എല്ലാ അപ്പത്തിനെയും 17 കൊണ്ടോ 11 കൊണ്ടോ 13 കൊണ്ടോ വായിക്കാൻ പറ്റില്ല. സോ ആൻസർ 101. സോ അപ്പൊ ഇതിനകത്തുനിന്ന് ഇനി എന്താ പുതുതായിട്ട് പഠിക്കേണ്ടേ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇനി വരുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? A 6-digit number formed by repeating a 3-digit number is always exactly divisible by. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഞാൻ ക്വസ്റ്റ്യൻ വേറെ എഴുതി കാണിക്കാവേ. അപ്പം 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന 4 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന 4 ഡിജിറ്റ് നമ്പർ, ഇതിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 11 എല്ലാവരുടെ മനസ്സിൽ വന്നൊരു ഓപ്ഷൻ ആയിരിക്കും. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ 3 3 6, 2 2 4. 6 ന്ന് 4 പോയാൽ 0 11ന്റെ മൾട്ടിപ്പിളോ അല്ല. സോ 11 കൊണ്ട് വായിക്കാൻ പറ്റില്ല കേട്ടോ. 11 കൊണ്ട് വായിക്കാൻ പറ്റില്ല. A 6-digit number formed by repeating a 3-digit number. A 6-digit number formed by repeating a 3-digit number. ഇതിനെ പറ്റുമോ?
A 6-digit number formed by repeating a 3-digit number. Option 17, option B 11, option C 1001, option D കാണാൻ പറ്റുന്നുണ്ട്. Both B and C. അതായത് both 11 and 1001. Both 11 and 1001. എന്താണ് ആൻസർ? A 6-digit number formed by repeating 3-digit number. അതായത് 1 2 3 ഇതൊരു 3-digit number ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിയ 1 2 3. അതുപോലെ 257 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ എല്ലാം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നറിയാമോ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 കൊണ്ട് മാത്രമല്ല 1001 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1001 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. A 6-digit number formed by repeating a 3-digit number is always exactly divisible by 11 and നോക്കി 11 കൊണ്ട് പറ്റുമെന്ന് രണ്ടും alternate നമ്പേഴ്സിന്റെ സം എടുത്ത് നോക്കണം. 3 2 5 6. ഡിവിസിബിലിറ്റി ഞാൻ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു യൂട്യൂബ് സെഷനിൽ തന്നെ, കണ്ടാൽ മതി കേട്ടോ. അതുപോലെ 2 1 3 3 6 6 മൈനസ് 6 0. ഓൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ സം എടുക്കുക, അതിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ ഗുണിതമോ ആണെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു? 2 ഡിജിറ്റ് നമ്പർ ചേർന്നുണ്ടാകുന്ന 4 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ ചേർന്നുണ്ടാകുന്ന 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10 സ്ക്വയർ പ്ലസ് 1 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 10 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 1 ദാറ്റ് ഈസ് 101. 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന 6 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന ഒരു 6 ഡിജിറ്റ് നമ്പർ, അത് 10³ പ്ലസ് 1 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 1000 പ്ലസ് 1, 1001. ഓക്കെ, മാത്രമല്ല അത് 11 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ബോത്ത് 11 and 1001. ഇപ്പൊ എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ് ആറക്ക സംഖ്യ, ഒരു ആറക്ക സംഖ്യ നോക്കേ, എക്സും ഇസഡും വൈയും കൂടെ കൂട്ടുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. അതുപോലെ ഇതും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഒക്കെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ സം ഈക്വൽ ആണെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്, 11 കൊണ്ട് ഡിവിസിബിൾ ആണ്, 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഡിവിസിബിലിറ്റി ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാ ഡിവിസിബിലിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ്, 3 കൊണ്ടുള്ളത്, 8 കൊണ്ടുള്ളത്, 9 കൊണ്ടുള്ളത്, 11ന്റെ 12ന്റെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. സോ അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണേ. ഡിവിസിബിലിറ്റി ഇപ്പൊ ട്രെൻഡിങ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഡിവിസിബിലിറ്റി കേട്ടോ. അപ്പൊ അടുത്തത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണം. $81 into 82 into 83 into അങ്ങനെ വന്ന് 89 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ അവസാനത്തെ അക്ക എന്താണെന്നാണ് ചോദ്യം. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ട് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പൊ എന്താ ചെയ്യാ? ഇതിനകത്തൊരു പരിപാടിയുണ്ട്, ശ്രദ്ധിച്ചറിയാം. 82 85 83 84 85 അല്ലെ, 82 85 2ൽ അവസാനിക്കുന്ന ഒരു നമ്പറും 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനത്തെ അക്ക എന്തായിരിക്കും? 82 into 85 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, അവസാനത്തെ അക്കം 0 ആണ് അല്ലെ. 82 into 85 ചെയ്യുമ്പോൾ അവസാനത്തെ അക്കം 0 ആണ്. ആ 0 അവസാനിക്കുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ലാസ്റ്റ് 0 അല്ലേ വരൂ. അതിനെ 81 കൊണ്ട് ഗുണിച്ചാലും 0 കിട്ടും. ആ കിട്ടുന്ന ആൻസറിനെ 89 കൊണ്ട് ഗുണിച്ചാലും 0 കിട്ടും.
അവസാനത്തെ അക്കമാണ്. അവസാനത്തെ അക്ക എന്തായിക്കൊണ്ടിരിക്കും? 0 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. 81 × 82 ചെയ്തിട്ട് 85 ഗുണിക്കുമ്പോൾ അവസാനം 0 ആയി. പിന്നെ 84 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ 0 അതുപോലെ കാണും. 0 എങ്ങും പോകത്തില്ല അല്ലെ. 10നെ എത്ര സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 0 എങ്ങോട്ടെങ്കിലും പോവോ? 0 എങ്ങോട്ടെങ്കിലും പോവോ? ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെ ആയിരിക്കും. മനസ്സിലായോ? ആ കൺസെപ്റ്റ് ആണ്. 0 അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ 0നെ നമുക്ക് പിന്നെ മാറ്റാൻ പറ്റില്ല. ആ 0 അവിടെ തന്നെ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയൊരു സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് ദിശ അക്കാഡമിയുടെ RRBയുടെ കോഴ്സ്, ALPയുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. യൂട്യൂബ് സെക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.